ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പിൻ്റെ ടൈമിലൊക്കെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയുമാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നോമ്പ് എടുക്കുന്ന മക്കളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ സംഭവം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. അപ്പോൾ ചെറുതാണ്, അപ്പോൾ 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്രത്തോളം വേണം, ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഴത്തിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുത്താൽ മതി കേട്ടോ. കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് ആ ഒരു പഴതാ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് എടുക്കണം. അപ്പം ഞാനിതാ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു 4 പീസാക്കിയിട്ട് അതിൻ്റെ തടിച്ച ഭാഗമായി വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒന്നിങ്ങനെ കീറി കൊടുക്കണം കേട്ടോ. കാരണം ഒത്തിരി വലിയ പീസാകുമ്പോൾ മക്കൾക്ക് കഴിക്കുമ്പോൾ വല്ലാതെ ഇഷ്ടപ്പെടില്ല. കാരണം ഈ പഴം കഴിക്കാത്ത മക്കളും ഉണ്ട്. അപ്പോൾ അവർ പോലും നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അതിൽ അത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ വലിയ പീസാകുമ്പോൾ അവർക്ക് എടുത്ത് കളയും. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത പഴത്തിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടൊക്കെ വീണ്ടും ഇങ്ങനെ കീറി കൊടുത്താൽ മതി. അപ്പോൾ ഇനി 2 പഴം ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റട്ടെ കേട്ടോ. പഴം ഇതാ ഞാൻ ചെറിയ പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഞാനിത് എത്രത്തോളമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി പഴം കഴിക്കാത്ത മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ചെറുതാക്കാം കേട്ടോ. അത് ഒന്നും കൂടെ ചെറിയ പീസാക്കി എടുത്താൽ മതി. അപ്പോൾ അവരത് കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയൂല കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യിൽ നമ്മൾ ഈ ഒരു പഴം വാട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ ആണ്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുന്തിരി, നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇഷ്ടമാണ്, താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി കാഷ്യൂ ഒക്കെ നമ്മളതിൽ വറുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വറുത്ത് വെക്കുക. അപ്പോൾ ഞാനിതാ ഇതൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ നമ്മുടെ ഈ ഒരു നെയ്യിൽ. അപ്പോൾ ഇത് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് നമ്മുടെ ഈ ഒരു വറുത്തിട്ടുള്ളത് മാറ്റി വെക്കുകയാണ്. മുന്തിരി ഉണ്ടെങ്കിൽ ഇത് വറവായി വരുന്ന സമയത്ത്, ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നിങ്ങൾ മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു നെയ്യിലോട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പഴം ഉടഞ്ഞു പോവാണ്ട് എടുക്കുക. ഇങ്ങനെ പീസായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു നെയ്യിലൊന്ന് വാടിക്കോട്ടെ. നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴത കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ ആ ഒരു പാന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് പാത്രത്തിലാണോ ആ പാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്കുള്ളൊരു കട്ടിക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം, അരിപ്പൊടി എടുക്കാം, നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. കസ്റ്റാർഡ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക. അതിൻ്റെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, പാലോ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കലക്കിയിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു പാലിലേക്ക് ഞാനിതാ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ചെറിയ ജീരകം പൊടിച്ചതാണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അതിനൊരളവ് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക്
എത്രത്തോളമാണ് മധുരം വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയം നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണേ. അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അടിയിൽ അതിൻ്റെ പൊടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പാൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുഴുവനായിട്ടും പാലാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ. 1.5 കപ്പ് പാൽ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അതല്ല പാൽ കുറച്ചാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്താൽ മതി. പിന്നെ നമ്മൾ ആ പൊടി കലക്കിയുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അതും ചെയ്യണേ. അപ്പോൾ ഈ ഒരു പാല് നല്ലോണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, നല്ലോണം ഒന്ന് നല്ല തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഴം വാട്ടിയത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ബാക്കി മുഴുവനും നമുക്ക് ഈ ഒരു പാലിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി കുറുകി വരണം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് സാവധാനം ഇത് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇപ്പം ഇതാ പഴമൊക്കെ നന്നായിട്ട് നമുക്ക് ആ ഒരു പാലിൽ കിടന്ന് തിളച്ച് നമ്മുടെ ആ ഒരു സംഭവം നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഒരുപാട് കട്ടിക്കായിട്ട് നമുക്ക് പുഡിങ്ങൊക്കെ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഇതുപോലെ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ കോരി കുടിക്കുമല്ലോ, ആ ഒരു രീതിക്ക് മതിച്ചാൽ ഇത് ഈ ഒരു ടൈമിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് കുറച്ച് കട്ടിക്കാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ആകുമ്പോൾ ആ പഴം കൂട്ടത്തിൽ അവർ ആ പഴം കഴിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ ഈ ഒരു സംഭവം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഒന്ന് ആറട്ടെ. അതിനുശേഷം നമുക്ക് നിങ്ങൾക്ക് ഞാനിത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കേശയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേണമെന്ന് ഒരിക്കലും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു പഴത്തിൻ്റെ പീസ് ഉണ്ടായിരുന്നല്ലോ വാട്ടിയിട്ടുള്ളതും, അതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും നിർബന്ധമില്ല. ഞാൻ ഫോട്ടോക്ക് വേണ്ടിയിട്ടാണ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കാഷ്യൊക്കെ ലാസ്റ്റ് തന്നെ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം നമ്മളെ പഴം വെച്ചിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.